താഴ്മതൻ അഭ്യുന്നതി എന്നത് മഹത്തായ ഒരു വാക്കാണ്. തെറ്റ് കണ്ടെത്തി ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണം. അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നാൽ ഒരു ദിവസം അപകടമെത്തും എന്നുള്ളതും ഉറപ്പാണ്. പറഞ്ഞു വരുന്നത് കരുനാഗപ്പള്ളി കോൺഗ്രസ് MLA CR മഹേഷിനെ കുറിച്ചാണ്. ഒരു ജനപ്രതിനിധിക്ക് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കും എന്നതിനപ്പുറം എങ്ങനെ മികച്ച മാതൃകയാകാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും കാണിച്ചു തരാറുള്ളത്. നല്ല ഭരണകർത്താവിനും അപ്പുറം മികച്ചൊരു മനുഷ്യനാകാൻ കഴിയുന്നതാരാണ്? അവരാണ് യഥാർത്ഥ ജനപ്രതിനിധികൾ. അതിനാദ്യം തൻ്റെ നേട്ടത്തിനേക്കാൾ തൻ്റെ കോട്ടങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. തെറ്റുകൾ മനസ്സിലാക്കണം. അത് ആരെങ്കിലും പറഞ്ഞാൽ തിരുത്താനുള്ള മനസ്സ് വേറെയും കാണിക്കണം. മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ മാപ്പ് പറയണം. കാരണം ഈ രാജ്യത്തെ നിയമങ്ങളും ഈ രാജ്യത്തെ മറ്റുള്ള മനുഷ്യരുടെ അവകാശങ്ങളുമൊക്കെ തട്ടിയെടുക്കാനോ ലംഘിക്കാനോ നമ്മൾക്ക് അധികാരമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നത് നല്ലതാണ്. ഇക്കാര്യത്തിൽ ഉത്തമ ഉദാഹരണമാണ് കരുനാഗപ്പള്ളി MLA CR മഹേഷ് എന്നുള്ളത് അദ്ദേഹം ഇന്നും തെളിയിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ മികച്ച നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ പേര് നേടിയൊരു വ്യക്തിയാണ് മഹേഷ്. കേരളത്തിലുടനീളമുള്ള 140 MLA-മാരിൽ 139 പേരും മാതൃകയാക്കാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു MLA ആണ് CR മഹേഷ്. ഇടതുകോട്ട പിടിച്ചെടുത്ത പലരും ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന ആ ഇടതുകോട്ട വളരെ അനായാസമായി പിടിച്ചെടുത്തത് CR മഹേഷിൻ്റെ ഈ സ്വഭാവ സവിശേഷത കൊണ്ട് മാത്രമാണ്. ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും മഹേഷ് കരുനാഗപ്പള്ളിയിൽ നിന്ന് വളരെ ഈസിയായി ജയിച്ചു വന്നു. ഇക്കുറി UDF സുനാമിയിൽ തൻ്റെ കോട്ട മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ CR മഹേഷ് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് കാരണവും മുകളിൽ സൂചിപ്പിച്ച ആ മികച്ച മനുഷ്യനെന്ന ഒരു പേര് തന്നെയാണ്. ഇത്രയും പറയാൻ ഇന്ന് കാരണം പൊതുമധ്യത്തിൽ തനിക്ക് പറ്റിയൊരു തെറ്റ് തിരുത്തിക്കൊണ്ട് മാപ്പ് പറയാൻ കാണിച്ച ആ വലിയ മനസ്സിനാണ്. മോട്ടോർ വാഹന നിയമങ്ങൾക്ക് പുല്ലുപോലും വില കൽപ്പിക്കാതെ MLA-യും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കാറിൽ യാത്ര ചെയ്ത ഒരു സംഭവമുണ്ടെന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. അതിന് ഖേദപ്രകടനവുമായി CR മഹേഷ് MLA രംഗത്ത് വന്നത് ആരോടും ഒരു വിരോധം കൂടാതെ തൻ്റെ തെറ്റ് തിരുത്തിയവരെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കണ്ണടക്കാമായിരുന്നു, ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് തലയൂരാമായിരുന്നു, പലതും ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറയാമായിരുന്നു. എന്നാൽ അവിടെയാണ് തെറ്റേറ്റു പറഞ്ഞ് CR മഹേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പ് ചോദിച്ചത്. തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു പോയി, ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പലർക്കും അറിഞ്ഞും അറിയാതെയും ട്രാഫിക് നിയമങ്ങളിൽ പിഴവുണ്ടാവാറുണ്ട്. മനുഷ്യരല്ലേ, തെറ്റുന്നത് മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ഇതായിരുന്നു CR മഹേഷ് പറഞ്ഞ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോകുന്ന വഴിക്കാണ് പിഴവ് സംഭവിച്ചത് എന്ന് ഓർക്കുകയാണ്. അതായത് എത്രയോ മാസങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെയുള്ള കേസുകളുടെ എല്ലാം പിഴ അടച്ചു എന്നതാണ് ഓർമ്മ. പക്ഷേ ഇദ്ദേഹം പോയ സമയത്ത് എവിടെയും പിഴ ചുമത്താനുള്ള ക്യാമറകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയോ ആ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതില്ല എങ്കിൽ പിഴ അടക്കുവാനും തെറ്റാവർത്തിക്കാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കുന്നതാണ്. ഈ സംഭവം വിഷ്വൽ മീഡിയകളിൽ വാർത്ത വന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്നുകൂടി പറഞ്ഞു CR മഹേഷ് MLA. CR മഹേഷിൻ്റെയും മന്ത്രി OJ ജനീഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജെയ്സൺ ജെയിംസിൻ്റെയും കാർ യാത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനത്തിനാണ് ഇടയാക്കിയത്. വാഹനം ഓടിക്കുന്ന ജെയ്സൺ ജെയിംസ് തന്നെയാണ് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത്. ജെയ്സണും കൂടെ മുൻസീറ്റിലിരുന്ന CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. 12 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സിനിമാ പാട്ടിൻ്റെ പശ്ചാത്തല സംഗീതം ചേർത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ റീൽസായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് വ്യാപക വിമർശനം നേരിട്ടതും MLA ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. CR മഹേഷിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ടവരെ, സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധം തന്നെയാണ്. തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവുണ്ടായിരിക്കുന്നു. പലർക്കും അറിഞ്ഞും അറിയാതെയും ട്രാഫിക് നിയമങ്ങളിൽ പിഴവ് സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞാനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോകുന്ന വഴിക്കാണ്
ഈ പിഴവ് സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെയുള്ള കേസുകളുടെ എല്ലാ പിഴയും അടച്ചു എന്നതാണ് തൻ്റെ ഓർമ്മ. ഇല്ല എങ്കിൽ പിഴ അടക്കുവാനും തെറ്റാവർത്തിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുന്നതാണ്. ഈ സംഭവം വിഷ്വൽ മീഡിയകളിൽ വാർത്ത വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ് എഴുതുന്നത്. ആയതിനാൽ ഈ സംഭവത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. തെറ്റ് ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങളോട് നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ വാക്കുകളാണ് CR മഹേഷ് എന്ന MLA-യെ കേരളത്തിലെ ഏറ്റവും ഒരു പച്ചയായ മനുഷ്യൻ എന്നതിലുപരി കേരളത്തിലെ മാതൃകയാക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി മാറ്റുന്നത്.